RICT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു LG സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ സർവീസിംഗ് ആണ്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഒരുപാട് പഴക്കമുള്ളതാണ്. ഒരു നോൺ ഇൻവെർട്ടർ ടൈപ്പാണ്. ഈ ഫ്രിഡ്ജിന് പ്രധാനമായിട്ട് 2 കംപ്ലയിൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരുപാട് വെള്ളം പുറത്തേക്ക് വരുന്നു. രണ്ടാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിന് അത്യാവശ്യം നല്ലപോലെ തന്നെ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ വെച്ച് അപേക്ഷിച്ച് കറണ്ട് ചാർജ് അല്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ഫ്രിഡ്ജിൽ ഇന്ന് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. എല്ലാ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ അടിഭാഗത്തായിട്ട് അതിൽ നിന്നുള്ള വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ട്രേ ഉണ്ടാവും. അപ്പോൾ ആ ട്രേയിലെ വെള്ളം ഈ കാണുന്ന ബേസിനിലോട്ടാണ് വീഴുക. ഈ ബേസിൻ്റെ അടിഭാഗത്ത് നിന്നും ഒരു ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഹോസ് നേരെ പോകുന്നത് കംപ്രസറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ട്രേയിലേക്കാണ്. അപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ചൂടാവും. അപ്പോൾ ആ ചൂട് കൊണ്ട് ഈ വെള്ളം നോർമലായിട്ടും വറ്റിപ്പോവും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ വെള്ളം കംപ്രസറിൻ്റെ മുകളിലിരിക്കുന്ന ട്രേയിലേക്ക് വീഴാതെ വരും. അപ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കൂടി വെള്ളം വരുന്നത്. അപ്പം ഏറ്റവും ആദ്യം ഞാൻ ആ ട്രേ ഒരു തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഈ ട്രേയിൽ നിന്ന് വരുന്ന ഹോസാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള ഈ കണ്ടൻസർ കോയിൽ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഒരു സാധാരണ പെയിൻറ്റ് ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് കണ്ടൻസർ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് പൊടിയും അഴുക്കുമൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരും. അപ്പോൾ ഡിസ്ചാർജ് പ്രഷർ കൂടാനും അങ്ങനെ കംപ്രസർ കൺസ്യൂം ചെയ്യുന്ന പവറിൻ്റെ അളവ് കൂടാനും സാധ്യതയുണ്ട്. അതുകൂടാതെ ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 2-3 മാസം കൂടുന്ന സമയത്ത് ഇത് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് കംപ്രസറിൻ്റെ മുകളിലുള്ള ആ വൈറ്റ് ട്രേ നമുക്ക് ഊരിയെടുക്കണം. ഊരിയെടുത്താൽ മാത്രമേ അതിലേക്ക് വെള്ളം വരുന്ന ഹോസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഇതിൻ്റെ മുകളിലുള്ള ആ 2 സ്ക്രൂകൾ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഴിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഞാനൊരു 2-3 മാസം മുമ്പ് ഞാനത് ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഇതിലേക്ക് വെള്ളം വരുന്ന ആ ഹോസ് അത് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇതിൽ വെള്ളം അല്പം പോലും ഇല്ലാത്തത്. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വെള്ളമാണ് ബ്ലോക്ക് ആയത് കാരണം ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നത്. അപ്പോൾ ഈ ട്രേ അഴിച്ചാൽ മാത്രമേ ഇതിലേക്ക് വെള്ളം വരുന്ന ആ ഡ്രെയിൻ ഹോസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മിക്കവാറും എല്ലാ ഫ്രിഡ്ജിനും ഇതുപോലെ തന്നെ 2 സ്ക്രൂകളായിരിക്കും. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അഴിച്ചെടുക്കാൻ പറ്റും. സ്ക്രൂകൾ രണ്ടും അഴിച്ചതിന് ശേഷം നമ്മൾ ആ ഡ്രെയിൻ ട്രേ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വലതുഭാഗത്ത് മുകളിലായിട്ടാണ് ആ ഡ്രെയിൻ ഹോസ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഡ്രെയിൻ ഹോസ് നമ്മളിതുപോലെ എന്തെങ്കിലും കട്ടിയുള്ള വയറോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേബിളുകളോ ഉപയോഗിച്ചിട്ട് നേരെ മുകളിലേക്ക് കയറ്റി വിടുക. എങ്കിൽ മാത്രമേ ആ അടഞ്ഞിരിക്കുന്ന ഹോസ് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിൻ ഹോസ് ബ്ലോക്ക് ആകുന്നതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ആക്കുകയാണെങ്കിൽ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് കറണ്ട് ചാർജ് കൂടുന്ന ഒരു പ്രശ്നം ഫ്രിഡ്ജിനുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുവേണ്ടി ഈ കംപ്രസറിൻ്റെ വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഈ കംപ്രസറിൻ്റെ സൈഡിൽ കാണുന്ന വെള്ള ബോക്സിലുള്ള ആ സ്ക്രൂ അഴിക്കുക. ചില ടൈപ്പ് കംപ്രസറുകളിൽ സ്ക്രൂവിന് പകരം ഒരു ക്ലിപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ക്ലിപ്പ് 2 സൈഡിലും ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആ ലോക്ക് രണ്ടും തുറന്നു കഴിഞ്ഞാൽ ആ ബോക്സ് നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഈ ബോക്സിനുള്ളിലാണ് കംപ്രസറിൻ്റെ പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആയ റിലേയും OLPയും ഉള്ളത്. അപ്പോൾ റിലേ എന്ന് പറയുന്നത് കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി ഉള്ള കമ്പോണൻ്റാണ്. OLP അഥവാ ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് കംപ്രസർ ഓവർലോഡ് ആകുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ കംപ്രസറിൻ്റെ റിലേ. ഇതിന് നമ്മൾ PTC റിലേ എന്നാണ് പറയുന്നത്. PTC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റിലേ എന്നാണ് അർത്ഥം. ഇനി ഇവിടെ ഈ വൈറ്റ് കളറിൽ കാണിക്കുന്നതാണ് അതിൻ്റെ ഓവർലോഡ് പ്രൊട്ടക്ടർ. ഏതെങ്കിലും കാരണവശാൽ കംപ്രസർ ഓവർലോഡ് ആകുകയാണെങ്കിൽ കംപ്രസറിൻ്റെ വൈൻഡിങ്ങിലേക്കുള്ള കറണ്ടിൻ്റെ വാല്യൂ വളരെയധികം കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വൈൻഡിങ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് സീരീസ് ആയിട്ട് നമ്മൾ OLP കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ കൂടുകയാണെങ്കിൽ OLP കട്ട് ഓഫ് ആയി കംപ്രസറിനെ സംരക്ഷിക്കുന്നു.
അപ്പോൾ ഈ റിലേയും OLPയും കണക്ട് ചെയ്യുന്നത് കംപ്രസറിൻ്റെ ഈ 3 ടെർമിനലുകളിലേക്കാണ്. അപ്പോൾ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അതിൽ 3 ടെർമിനലാണ് ഉള്ളത്. ഒരു കോമൺ ടെർമിനൽ, ഒരു സ്റ്റാർട്ടിംഗ് ടെർമിനൽ, ഒരു റൺ ടെർമിനൽ. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന കംപ്രസറിൽ ഏറ്റവും താഴെയുള്ളത് കോമൺ ടെർമിനലും വലതുഭാഗത്തുള്ളത് R ടെർമിനലും ഇടതുഭാഗത്തുള്ളത് S ടെർമിനലുമാണ്. അപ്പോൾ ഈ കംപ്രസറിലെ കണക്ട് ചെയ്തിരിക്കുന്ന റിലേയുടെയും OLPയിലെയും പിന്നുകൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെയൊന്നും ലൂസ് കോണ്ടാക്റ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇനി കറണ്ട് ചാർജ് കൂടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതൊരു RSCR വയറിംഗ് ആണ്. അതായത് റെസിസ്റ്റൻസ് ചാർട്ട് കപ്പാസിറ്റർ റൺ വയറിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു റൺ കപ്പാസിറ്റർ ഉപയോഗിക്കും. ഈ കാണിച്ചിരിക്കുന്നതാണ് റൺ കപ്പാസിറ്റർ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റൺ കപ്പാസിറ്ററാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 മൈക്രോഫാരഡാണ്. ഈ ഫ്രിഡ്ജിൻ്റെ പഴക്കമെന്ന് പറയുന്നത് ഏകദേശം 14-15 വർഷമാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതിൻ്റെ പവർ വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കംപ്രസർ കൂടുതൽ കറണ്ടും കൂടുതൽ എനർജിയും കൺസ്യൂം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ PTC റിലേയുടെ ഫ്രണ്ട് കവറൊന്ന് ഊരി നോക്കി. അപ്പോൾ അതിനുള്ളിൽ PTC ഡിസ്കിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ റിലേ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഇത് നല്ലതാണെന്നാണ് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ പ്ലഗ് പോയിൻറ്റിൽ വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കൊന്ന് അളന്നു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഡിജിറ്റൽ ക്ലാം മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 203, 204, 25 എന്നിങ്ങനെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കംപ്രസർ എത്ര ആംപിയർ കറണ്ടാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ക്ലാമ്പ് മീറ്റർ ആ ന്യൂട്രൽ വയറിൽ ഇടുക. അതിനുശേഷം ഫ്രിഡ്ജ് ഓണാക്കുക. അപ്പോൾ ഓണാക്കുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.1 ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞത് ഒരു ഹൈ വാല്യൂ ആണ്. കാരണം ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ്, അതൊരു 200 ലിറ്റർ വരെയുള്ള ഫ്രിഡ്ജിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് എടുക്കുന്ന ആംപിയർ എന്ന് പറയുന്നത് 0.9 ആംപിയർ ആണ്. പക്ഷേ ഇപ്പം വോൾട്ടേജ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കറണ്ടിൻ്റെ വാല്യൂ ഒരല്പം കൂടും. പക്ഷേ എങ്കിലും അതിൽ കാണിക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ 1.1 എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ആ കപ്പാസിറ്ററിൻ്റെ പ്രശ്നം മൂലമാണ് ഈ കറണ്ടിൻ്റെ വാല്യൂ ഒത്തിരിയായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതിലെ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ 5 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ തന്നെ വാങ്ങുക. അപ്പോൾ ഫ്രിഡ്ജ് ഓഫാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഓണാക്കി നോക്കി. അപ്പോൾ ഒന്നുകൂടെ ഓണാക്കി നോക്കിയപ്പോഴും സ്റ്റാർട്ടിങ് കറണ്ട് ഒരല്പം കൂടുതൽ കാണിച്ചു. അതിനുശേഷം റണ്ണിങ് കറണ്ട് അത് ഈ വാല്യൂ തന്നെയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓവർലോഡ് ആകുന്നതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ പിസ്റ്റണോ അതല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കറണ്ടിൻ്റെ വാല്യൂ കൂടാം. പിന്നെ ഏതെങ്കിലും കാരണവശാൽ വോൾട്ടേജിൻ്റെ വാല്യൂ വളരെയധികം കുറയുമ്പോഴോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെ കപ്പാസിറ്റർ വീക്ക് ആകുമ്പോഴോ ആണ് ഇതുപോലെ ഹൈ കറണ്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹൈ കറണ്ട് കാണിക്കുന്നത് ഒരു നല്ല ലക്ഷണമല്ല. കാരണം കറണ്ട് കൂടുന്തോറും ഇതിനുള്ളിലുള്ള വൈൻഡിങ്ങിൻ്റെ പുറത്തുള്ള ഇനാമൽ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ മോട്ടറിൻ്റെ വൈൻഡിങ് മൊത്തം കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ തന്നെയുള്ള 5 മൈക്രോഫാരഡിൻ്റെ റൺ കപ്പാസിറ്റർ വാങ്ങി പഴയത് റീപ്ലേസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെഫ്രിജറേഷനെ പറ്റിയും എയർ കണ്ടീഷനിങ് പറ്റിയുള്ള മറ്റ് പല വീഡിയോസ് ഈ ചാനലിൽ തുടർന്നും ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോസ് ഷെയർ ചെയ്യുക.